ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് UGC നെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ഫേം ഇൻ ഹയറിംഗ് ലേബർ ഈസ് കോൾഡ് ആസ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ആൻസർ എന്താണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഒരു കമ്പനി തൊഴിലാളികളെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് വരുന്ന ചിലവ് എന്താണോ അതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ബാക്കി ഓപ്ഷൻസും കൂടെ ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, അതുപോലെ ടോട്ടൽ കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു. എന്താണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഈസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈക്വൽ ടു വാട്ട് എ ഫേം മസ്റ്റ് ഗിവ് അപ്പ് ഇൻ ഓർഡർ ടു യൂസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഫോർ വിച്ച് ഇറ്റ് ഓൾറെഡി ഓൺസ് ആൻഡ് ദസ് ഡസ് നോട്ട് പേ റെൻറ്റ്. ഇപ്പോൾ കമ്പനിക്ക് ആദ്യം തന്നെയുള്ള ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന് വരുന്ന ചിലവ് എന്താണോ അതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് റെഫേഴ്സ് ടു അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് വെൻ വൺ മോർ യൂണിറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് അധികം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരുന്ന ചിലവാണ് മാർജിനൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഈസ് ദി സം ഓഫ് ഓൾ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ഫേം ഇൻ പ്രൊഡ്യൂസിങ് എ സർട്ടൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു നിശ്ചിത അളവിലുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കമ്പനിക്കുള്ള മൊത്തം ചിലവിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുട്ട് ദി ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓൺ ദി ബേസിസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇവിടെ താഴെ 4 തിയറി തന്നിട്ടുണ്ട്. ആ 4 തിയറിയും ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഫസ്റ്റ്, ലോ ഓഫ് ഡിമാൻഡ്. സെക്കൻഡ് വൺ, റിവീൽഡ് പ്രിഫറൻസ് അനാലിസിസ്. തേർഡ് വൺ, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഫോർത്ത് വൺ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുള്ള ABCD നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലേ. 1 2 3 4 എന്ന് പറയുന്ന നമ്പേഴ്സ് പല രീതിയിൽ എഴുതി തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന തിയറീസ് ക്രോണോളജിക്കൽ ഓർഡറിൽ വരുന്ന ഓപ്ഷൻ ഏതാണോ അതാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ആൻസർ എന്താണ്? 1 4 3 2. എങ്ങനെയാണ് വരുന്നത്? ലോ ഓഫ് ഡിമാൻഡ്, ദെൻ സെക്കൻഡ് വരുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, തേർഡ് വരുന്നത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, ദെൻ ലാസ്റ്റ് വൺ റിവീൽഡ് പ്രിഫറൻസ് അനാലിസിസ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, റിവീൽഡ് പ്രിഫറൻസ് അനാലിസിസ് ആൻഡ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്? വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്? Law of demand states that other things being constant, there is an inverse relationship between quantity demanded for a commodity and its price. Then what is law of diminishing marginal utility? It states that if a consumer consumes more and more units of the same commodity, the marginal utility derived from the consumption of additional units goes on diminishing. Then revealed preference analysis propounded by Paul Samuelson. It assumes that the preferences of the consumer can be revealed by their purchasing habits. And the last option is indifference curve analysis. It is developed by Hicks and Allen. It is locus of combinations of two goods that give the consumer equal satisfaction. Then third question, the condition of Pareto optimality holds under options perfect competition, second one monopolistic competition, third one is oligopoly, fourth is monopoly. Answer is perfect competition. Pareto optimality എന്ന് പറയുന്ന കണ്ടീഷൻ നിലനിൽക്കുന്നത് ഏത് മാർക്കറ്റിലാണ് എന്നാണ് ചോദ്യം. ആൻസർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് സെറ്റ് ടു പ്രിവൈൽ വെർ there is a large numbers of producers producing a homogeneous product. And what is monopolistic competition? It refers to the market organization in which there are a large numbers of producers selling differentiated product, so that the product of one firm is not regarded as a perfect substitute for each other. Monopolistic competitionലും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പോലെ ലാർജ് നമ്പേഴ്സ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. അവരെല്ലാം ഡീൽ ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റാണ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് അല്ല. പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഫേമും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പരസ്പരം സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ല.
Then what is monopoly? It is a market situation in which a single producer controls the entire supply of a commodity which has no close substitutes. മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പ്രൊഡ്യൂസർ മാത്രമേ ഉണ്ടാവൂ. ഒരു കമ്മോഡിറ്റിയുടെ മൊത്തം സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത് ഈ സിംഗിൾ സെല്ലർ ആയിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ പ്രൊഡ്യൂസർ ആയിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റിന് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സും ഉണ്ടാവില്ല. Then what is oligopoly? Oligopoly is said to prevail when there are a few firms or seller in the market producing or selling a product. Oligopoly എന്ന് പറയുമ്പോൾ ഫ്യൂ സെല്ലേഴ്സ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ among the few എന്ന് ഓർത്ത് വെക്കണം. The next question 4. If interest payments are subtracted from gross physical deficit, the remainder will be option A, revenue deficit, B, gross primary deficit, C, capital deficit, D, budgetary deficit. What is the answer? Gross primary deficit. ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ്. What is capital deficit, budgetary deficit and gross physical deficit? Capital deficit. Here the total amount of liability exceeds the total amount of assets. അസറ്റ്സിനേക്കാളും ലയബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് ക്യാപിറ്റൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. വാട്ട് ഈസ് ബജറ്ററി ഡെഫിസിറ്റ്? ഹിയർ ദ എക്സ്പെൻഡിച്ചർ ഇൻ ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് റിസീവ്സ് ഇൻ ബോത്ത് അക്കൗണ്ട്. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ രണ്ട് അക്കൗണ്ടിലെ റെസിപ്റ്റ്സിനേക്കാളും കൂടുമ്പോഴാണ് ബജറ്ററി ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. Then what is gross physical deficit? It is the excess of total expenditure including loans net of recover over revenue receipts and non-debt capital receipts. Then question 5. Forward and backward linkages were propounded by options A, Gunnar Myrdal, B, Hirschman, C, Boyok, D, ലെബിൻസ്റ്റൈൻ. ഫോർവേഡ് അതുപോലെ ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റുകൾ പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? ഹിർഷ്മാൻ. ബാക്കിയുള്ള ഓപ്ഷൻസാണ് ഗുന്നാർ മിർദാൽ, ബൊയോക്ക്, ലെബിൻസ്റ്റൈൻ. ഗുന്നാർ മിർദാൽ എന്ന എക്കണോമിസ്റ്റിൻ്റെ ബുക്കാണ് ഏഷ്യൻ ഡ്രാമ. ബൊയോക്ക് കൊണ്ടുവന്നിട്ടുള്ള കൺസെപ്റ്റാണ് സോഷ്യൽ ഡ്യുവലിസം. ലെബിൻസ്റ്റൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റാണ് എക്സ് ഇൻഎഫിഷ്യൻസി ആൻഡ് ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട്. നെക്സ്റ്റ് question 6. The concept of vicious circle of poverty is associated with Kindleberger, Schumpeter, Ragnar Frisch, Nexse. Answer Nexse. അപ്പോൾ ബാക്കി എക്കണോമിസ്റ്റുകളാണ് ഷുംപീറ്റർ, റാഗ്നർ ഫ്രിഷ്, കിൻഡൽബർഗർ. ഷുംപീറ്ററുടെ പേര് വരുമ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം ക്യാപിറ്റൽ അക്യുമുലേഷൻ. റാഗ്നർ ഫ്രിഷ്, ഹി വാസ് ദ ഫസ്റ്റ് നൊബേൽ പ്രൈസ് വിന്നർ, കോയിൻഡ് മൈക്രോ ആൻഡ് മാക്രോ ഇൻ 1933. He constructed a theorem for stabilization policy and long-term economic planning. Kindleberger is associated with balanced growth theory. The next question number 7. The premise that benefit of economic growth will reach all sections of population is called options A, trickle up effect, B, trickle down effect, C, take off effect, D, backlash effect. What is the answer? Trickle down effect. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാ സെക്ഷൻസിനും എത്തും. അതാണ് ട്രിക്കിൾ ഡൗൺ ഇഫക്റ്റ്. ദെൻ എന്തൊക്കെയാണ് ട്രിക്കിൾ അപ്പ് ഇഫക്റ്റ്, ടേക്ക് ഓഫ് ഇഫക്റ്റ്, ബാക്ക്ലാഷ് ഇഫക്റ്റ്? Trickle up effect put forward by J.M. Keynes. It is also known as fountain effect. It is an economic theory used to describe the overall ability of middle class people to drive and support the economy. And take-off effect. It is put forward by Rostow. Once the economy enters into self-generating growth, then economic forces accelerate the problem of economic development. The next is backlash effect. It is social and economic reprisal for behaving counter-stereotypically. And question number 8. Which is non-probability sampling method?
തന്നിട്ടുള്ള ഓപ്ഷൻസിലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻസ്: സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ബി സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, സി കോട്ട സാമ്പിളിംഗ് ആൻഡ് ഡി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. What is the answer? Quota sampling. Then what is non-probability sampling method? It is based on subjective judgment. There is no equal chance. Then systematic sampling determines sample size and interval size. Then randomly selected integer and take every kth unit. Stratified random sampling means it is dividing population into homogeneous subgroups and selecting from that subgroups is called stratified random sampling. And quota sampling, it is a sampling method wherein data is collected from homogeneous group. And simple random sampling, each individual chosen randomly and have same probability of being selected. The next question is, the exchange rate is kept the same in all parts of the market by exchange arbitrage, interest arbitrage, hedging, speculation. What is the answer? Exchange arbitrage. What is exchange arbitrage? It is a trading strategy based on the difference between the price for the same asset at different exchanges. Interest arbitrage is a method of making profit by buying currency in one place and sell it in another place, making use of difference in interest rate in two places. And hedging means covering of exchange rate risk. It refers to a method of reducing the risk of loss caused by price fluctuations. Then speculation, purchasing of an asset with the hope that it will become more valuable in the near future. Then the last question is examples of economic integration. First one, free trade area. Second is custom union. Third is common market. Fourth is cartel. തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ നിന്നും ഏതൊക്കെയാണ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ എക്സാമ്പിൾ എന്നാണ് കണ്ടെത്തേണ്ടത്. അതിന് ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് 1 and 2 are correct. B is 2 and 3 are correct. C is 1, 2 and 4 are correct. D 1, 2 and 3 are correct. ആൻസർ എന്താണ്? 1, 2 and 3 are correct. അതായത് ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റം യൂണിയൻ, കോമൺ മാർക്കറ്റ് എല്ലാം എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ എക്സാമ്പിളാണ്. Then what is free trade area? It is a trade bloc eliminating all trade barriers among the member countries but retains their own trade restrictions with non-member countries. ഫ്രീ ട്രേഡ് ഏരിയ ഒരു ട്രേഡ് ബ്ലോക്കാണ്. അതിൽ മെമ്പർ കൺട്രീസുമായിട്ട് എല്ലാ ട്രേഡ് ബാരിയേഴ്സും ഒഴിവാക്കിയിട്ടുണ്ടാവും. പക്ഷേ സ്വന്തമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നോൺ മെമ്പർ കൺട്രീസുമായിട്ട് നിലനിർത്തുകയും ചെയ്യും. വാട്ട് ഈസ് കസ്റ്റം യൂണിയൻ? ഫ്രീ ട്രേഡ് പ്ലസ് കോമൺ എക്സ്റ്റേണൽ താരിഫ്. ഫ്രീ ട്രേഡ് ഏരിയയിൽ സ്വന്തം റെസ്ട്രിക്ഷൻസ് ആണെങ്കിൽ കസ്റ്റം യൂണിയനിലേക്ക് വരുമ്പോൾ മെമ്പർ കൺട്രീസും എല്ലാം കോമൺ എക്സ്റ്റേണൽ താരിഫാണ് ഫോളോ ചെയ്യുന്നത്. വാട്ട് ഈസ് കോമൺ മാർക്കറ്റ്? It is a type of trade bloc in which most trade barriers have been removed. എല്ലാ ട്രേഡ് ബാരിയേഴ്സും ഒഴിവാക്കിയിട്ടുണ്ടാവും. വിത്ത് സം കോമൺ പോളിസീസ്. കോമൺ പോളിസീസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഏതിലൊക്കെ? ഓൺ പ്രൊഡക്റ്റ് റെഗുലേഷൻ ആൻഡ് ഫ്രീഡം ഓഫ് ദി മൂവ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എൻ്റർപ്രൈസസ് ആൻഡ് സർവീസസ്. കോമൺ മാർക്കറ്റിലാവുമ്പോൾ ട്രേഡ് ബാരിയേഴ്സ് മിക്കവാറും ഒഴിവാക്കിയിട്ടുണ്ടാകും. കോമൺ പോളിസീസ് ഉണ്ടാകും, പ്രൊഡക്റ്റ് റെഗുലേഷൻ, അതുപോലെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വാട്ട് ഈസ് കാർട്ടൽ? ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചറേഴ്സ് ഓഫ് സപ്ലയേഴ്സ് ഓഫ് കമ്മോഡിറ്റി വിത്ത് ദ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് പ്രൈസസ് അറ്റ് ഹൈ ലെവൽ. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന കൺട്രീസിൻ്റെ ഒരു അസോസിയേഷനാണ് കാർട്ടൽ. എന്താണ് അവരുടെ ലക്ഷ്യം? with the purpose of maintaining prices at a high level. Example, OPEC. Then ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് UGC നെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വരുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഓപ്ഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്.